കുറച്ച് പേപ്പറും ഒരു 2 പേപ്പർ കപ്പും ഉണ്ടെങ്കിൽ എടുത്തോ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പേപ്പർ കപ്പിന്റെ വലുപ്പത്തിൽ ഒരു സർക്കിൾ വരച്ചെടുത്ത് അതിനു ചുറ്റും ഒരേ നീളത്തിൽ ഒരു 8 ലൈൻസ് കൂടി വരച്ചോ. ഞാനൊരു 6 സെന്റിമീറ്റർ നീളത്തിലാണ് വരച്ചത്. ഇനി ആ ലൈൻസിന്റെ പുറത്തായിട്ട് ദാ ഇതുപോലെ കുറച്ച് ഡിസൈൻസും വരച്ച് അതിന്റെ ടോപ്പ് സൈഡിലായിട്ട് കുറച്ച് ഹാർട്സും വരച്ചു കൊടുക്കുക. ബാക്കി ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വരച്ച ലൈൻസിന്റെ പുറത്തു കൂടി ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് കുറച്ച് ഹാർട്ട് ഷേപ്സ് ആണ്. ഈ 2 ഹാർട്ട് ഷേപ്സ് പരസ്പരം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ഒട്ടിച്ചു വെച്ച 3 സൈഡ് വരുന്ന ഹാർട്ട് ഷേപ്സ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഔട്ട്ലൈനിന്റെ ടോപ്പിലെ ഹാർട്ട് വരച്ച സ്ഥലത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മറു സൈഡിലും സെയിം ഡിസൈൻസ് തന്നെ വരച്ചിട്ട് അതങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചോ. ഇനി വേണ്ടത് ഇത് വെക്കാനുള്ള ബേസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ കപ്പ് എടുത്ത് അതിന്റെ വാഭാഗത്തിന്റെ വലുപ്പമുള്ള ഒരു സർക്കിൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വേറൊരു പേപ്പർ കപ്പിന്റെ മുകൾ ഭാഗം ഒരടപ്പ് പോലെ വരുന്ന രീതിയിൽ മുറിച്ചെടുത്ത് അതിലേക്ക് ഈ കട്ട് ചെയ്ത സർക്കിൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആദ്യത്തെ പേപ്പർ കപ്പിന്റെ മുകൾ ഭാഗം മാറ്റിയാൽ ദാ ഇങ്ങനെ ഒരു അടപ്പ് പോലെ ഇത് വെക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ആവാം. അപ്പൊ ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ അടപ്പിന്റെ നടുവിലായിട്ട് ഒരു ഹോള് വിട്ട് അതിലൊരു ത്രെഡ് കൂടി കോർത്തെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ആ എട്ടുകാലി പോലുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ലേ, അതിന്റെയും സെന്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് ഈ സെയിം ത്രെഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് അതിലേക്ക് ചുറ്റി കൊടുക്കാം. ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ കളറാക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈൻസ് കൂടെ വരച്ചു കൊടുത്തോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ആ കപ്പിലേക്ക് ഈ പേപ്പർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്തേക്ക് വെച്ച സാധനം വലിച്ചെടുക്കുമ്പോൾ മൊത്തത്തിൽ വലിച്ചെടുക്കാൻ നിൽക്കണ്ട. പുറത്ത് വന്ന് പോയാലും തിരിച്ചു വെച്ചാൽ മതി. എന്നാലും അതിന്റെ ഒരു ഭംഗി അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.